കഴിഞ്ഞ വീഡിയോയിൽ പാക്കേജസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നു, എം വി സി സ്ട്രക്ചറിലെ ഓരോ പാക്കേജസും എന്ത് പർപ്പസിനാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ള ഒരു ഓവർവ്യൂ ആണ് കിട്ടിയത്. സോ ഈ വീഡിയോ മുതൽ ഒരു പ്രോജക്റ്റ് അല്ലെങ്കിൽ ലൈബ്രറി എന്ന് പറയുന്ന ലൈബ്രറി മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയുന്ന ഈ പ്രോജക്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. സോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഈ പ്രോജക്റ്റിൽ എന്തൊക്കെ ഇൻക്ലൂഡഡ് ആയിരിക്കും, എന്തൊക്കെ ഫങ്ഷണാലിറ്റീസ് ആയിരിക്കും ഇൻക്ലൂഡഡ് ആണെന്ന് ചെക്ക് ചെയ്യാം. സോ മെയിൻലി രണ്ട് മൊഡ്യൂൾ ആയിരിക്കും ഇതിനകത്തുള്ളത്, യൂസർ മൊഡ്യൂളും അഡ്മിൻ മൊഡ്യൂളും. യൂസറിന് എന്തൊക്കെ ചെയ്യാൻ പറ്റും? യൂസറിന് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനും ആ ക്രിയേറ്റ് ചെയ്ത ക്രെഡൻഷ്യൽസ് വെച്ചിട്ട് ലോഗിൻ ചെയ്യാനുള്ള ഫങ്ഷനാലിറ്റി ഉണ്ടായിരിക്കും. പിന്നെ യൂസറിന് ലൈബ്രറിയിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ബുക്സും കാണാനുള്ള ഒരു ഫീച്ചർ ഉണ്ടായിരിക്കും. യൂസറിന് ഒരു ബുക്ക് റിക്വസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരിക്കും. യൂസറിന്റെ എല്ലാ ഹിസ്റ്ററിയും, അതായത് റിക്വസ്റ്റ് ചെയ്ത ബുക്കിന്റെ കംപ്ലീറ്റ് ഹിസ്റ്ററി ഡിസ്പ്ലേ ചെയ്യുന്ന ഒരു ഫങ്ഷനാലിറ്റി ഉണ്ടായിരിക്കും. ഇനി അഡ്മിൻ മൊഡ്യൂളിലോട്ട് വരുമ്പോൾ അഡ്മിൻ മൊഡ്യൂളിൽ എന്തൊക്കെയാ ഫീച്ചേഴ്സ് ഉള്ളതെന്ന് വെച്ചാൽ, അഡ്മിന് പുതിയൊരു ബുക്കിനെ ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരിക്കും. എല്ലാ ബുക്ക്, അതായത് ആഡ് ചെയ്തിട്ടുള്ള എല്ലാ ബുക്കിനെയും വ്യൂ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരിക്കും. അഡ്മിൻ അപ്രൂവ് ചെയ്ത യൂസേഴ്സിന് കൊടുത്ത ബുക്സ് ഉണ്ടല്ലോ, അതായത് ലൈബ്രറിയിൽ നിന്നും ഓരോ യൂസേഴ്സ് എടുത്തുകൊണ്ട് പോയ ബുക്കിന്റെ ഇഷ്യൂ ബുക്ക് ഡീറ്റെയിൽസ് കാണാൻ പറ്റും. അതേപോലെ ഇവിടെ യൂസറിന് ഒരു ബുക്ക് റിക്വസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ, ആ റിക്വസ്റ്റ് അപ്രൂവ് ചെയ്യണോ ഡിനൈ ചെയ്യണോ എന്നുള്ള ഒരു അപ്രൂവൽ ലിസ്റ്റ് ചെയ്യുന്ന, അതായത് കൺഫർമേഷൻ കൊടുക്കാൻ പറ്റുന്ന ഒരു പേജും ഉണ്ടായിരിക്കും. സോ ബേസിക്കലി പ്രോജക്റ്റിന്റെ ഓവർവ്യൂ പറഞ്ഞാൽ, ഒരു യൂസർ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ യൂസറിന് ലൈബ്രറിയിലുള്ള എല്ലാ ബുക്കും അവൈലബിൾ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. ആ ഡിസ്പ്ലേ ചെയ്യുന്നതിന് യൂസറിന് എന്ത് ചെയ്യാം? ഒരു ബുക്ക് റിക്വസ്റ്റ് ചെയ്യാം. റിക്വസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആ റിക്വസ്റ്റ് അഡ്മിന് കിട്ടും. അതാണ് ഈ നാലാമത്തെ സ്റ്റെപ്പ് പറയുന്നത്. അഡ്മിന് കിട്ടും. അഡ്മിന് ആ ബുക്ക് അപ്രൂവ് ചെയ്യാം. അപ്രൂവ് ചെയ്താൽ മാത്രമേ ആ യൂസറിന് ആ ലൈബ്രറിയിൽ നിന്നും ആ ബുക്ക് എടുത്തുകൊണ്ട് പോകാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, സോ ഇതൊക്കെയാണ്, ഇത്രയും ഫീച്ചേഴ്സ് ആണ് നമ്മൾ ഈ ലൈബ്രറി മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയുന്ന ഈ പ്രോജക്റ്റിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ പോകുന്നത്. സോ ഇതിനാവശ്യമായിട്ടുള്ള ഒരു ഡേറ്റാബേസ് ഡിസൈൻ നോക്കുകയാണെങ്കിൽ, നമുക്ക് മെയിൻലി ഇവിടെ 3 ടേബിൾ ആയിരിക്കും വേണ്ടിയിട്ടുള്ളത്. ഒന്നാമത്തെ ടേബിൾ എന്ന് പറയുന്നത് യൂസർ ഡേറ്റ ആയിരിക്കും, അതായത് യൂസറിന്റെ ലോഗിൻ രജിസ്ട്രേഷൻ പർപ്പസിനായിട്ട് യൂസ് ചെയ്യുന്നത്, യൂസറിന്റെ ഡേറ്റാസ് സ്റ്റോർ ചെയ്യാനായിട്ടുള്ള ഒരു ടേബിൾ. അതിനകത്ത് ഐ ഡി കാണും, അത് പ്രൈമറി കീ ആയിരിക്കും. അതേപോലെ യൂസറിന്റെ പേര്, നെയിം, പാസ്വേഡ്, ഈ പറഞ്ഞ 4 ഫീൽഡുകളും ഉള്ള ഒരു ടേബിൾ ആണ് ഇത്. അടുത്ത ടേബിൾ എന്ന് പറയുന്നത് ബുക്ക് എന്ന് പറയുന്ന ടേബിളാണ്. ബുക്ക് എന്ന് പറയുന്നത് അഡ്മിന് ഒരു ലൈബ്രറിയിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ബുക്കിനെയും ആഡ് ചെയ്യാനുള്ള ഫംഗ്ഷനാലിറ്റി ഉണ്ടല്ലേ, അപ്പം ആ ബുക്കുകളെല്ലാം, അതായത് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ബുക്കിനെയും സ്റ്റോർ ചെയ്യാനായിട്ടുള്ള ഒരു ടേബിൾ. അതിനകത്ത് ബുക്ക് ഐ ഡിക്ക് വേണ്ടി ഒരു പ്രൈമറി കീ കാണും, ടൈറ്റിൽ കാണും, ഓതർ കാണും, അതേപോലെ ജോണർ, ആ ബുക്കിന്റെ ജോണർ ടൈപ്പ് ചെയ്യാനുള്ള ഫംഗ്ഷനാലിറ്റി കാണും, പിന്നെ അവൈലബിലിറ്റി കാണും. ഈ അവൈലബിലിറ്റി എന്ന് പറയുന്നത് നമ്മളൊരു ബൂളിയൻ ആണ് സെറ്റ് ചെയ്യുന്നത്, ട്രൂ ഓർ ഫാൾസ്. അത് ഈ ബുക്ക് ലൈബ്രറിയിൽ അവൈലബിൾ ആണെങ്കിൽ ഈ ഫീൽഡ് ട്രൂ ആയിരിക്കും, അവൈലബിൾ അല്ലെങ്കിൽ ഈ ഫീൽഡ് ഫോൾസ് ആയിരിക്കും. നെക്സ്റ്റ് എന്ന് പറയുന്നത് ബുക്ക് റിസർവേഷൻ സ്റ്റോർ ചെയ്യാൻ, അതിന്റെ ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്യാനുള്ള ഒരു ടേബിൾ ആണ്. അതായത് ഒരു യൂസറിന് ബുക്ക് റിസർവ് ചെയ്യാൻ, അല്ലേ, ബുക്ക് റിക്വസ്റ്റ് ചെയ്യാൻ പറ്റും. ആ റിക്വസ്റ്റ് അഡ്മിൻ അപ്രൂവ് ചെയ്താൽ ആ യൂസറിന് ആ ബുക്ക് എടുത്തുകൊണ്ട് പോകാൻ പറ്റും. സോ അങ്ങനെ ഏതൊക്കെ യൂസേഴ്സ് ഏതൊക്കെ ബുക്ക് അക്വയർ ചെയ്തിട്ടുണ്ട് എന്നുള്ള ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്യാനുള്ള ഒരു ടേബിൾ ആണ് റിസർവേഷൻ. അതിനകത്ത് റിസർവേഷന് വേണ്ടിയിട്ടുള്ള ഒരു ഐഡി ഉണ്ട്, അത് പ്രൈമറി കീ ആയിരിക്കും. പിന്നെ 2 ഫോറിൻ കീ കൺസ്ട്രെയിൻസ് ഉണ്ട്, അതായത് യു ഐ ഡി, അതായത് യൂസറിന്റെ ഐ ഡി സ്റ്റോർ ചെയ്യാനുള്ള ഒരു കോളം ഉണ്ടായിരിക്കും, അത് യൂസർ ഡേറ്റയുമായിട്ട് ഫോറിൻ കീ റിലേഷനിൽ ആയിരിക്കും. അതേപോലെ ബി ഐ ഡി എന്ന് പറയുന്ന ഒരു കോളം വേണം, അതായത് ഈ ബുക്കിന്റെ ഐ ഡി സ്റ്റോർ ചെയ്യാൻ വേണ്ടി, അതും ഫോറിൻ കീ കൺസ്ട്രെയിൻ ആയിരിക്കും. പിന്നെ ഫ്രം ഡേറ്റ് എന്ന് പറയുന്നത് ബുക്ക് എടുത്ത ഡേറ്റ് ആണ് ഇവിടെ ഫ്രം ഡേറ്റിൽ ക്യാപ്ചർ ചെയ്ത് വെക്കുന്നത്. അതുപോലെ അപ്രൂവ്ഡ് സ്റ്റാറ്റസ്, അതായത് ആ റിസർവേഷൻ അഡ്മിൻ അപ്രൂവ് ചെയ്തോ അല്ലെങ്കിൽ ഡിനേ ചെയ്തോ എന്താണെന്നുള്ള ആ സ്റ്റാറ്റസ് കാണിക്കാനുള്ള ഒരു ഫീൽഡ്. സോ ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്, ഡേറ്റാബേസ് ഡിസൈൻ എന്ന് പറയുന്നത്. സോ ഈ വീഡിയോയിൽ നമ്മൾ ഡേറ്റാബേസ് ഡിസൈൻ, അതായത് ഒരു ഡേറ്റാബേസിന് ആവശ്യമായിട്ടുള്ള ടേബിൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നതാണ് നോക്കുന്നത്. സോ ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എക്ലിപ്സ് ഓപ്പൺ ചെയ്യുക. നമ്മുടെ ടേബിൾ, അതായത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബാക്കി പ്രോജക്റ്റ് പോലെ നമുക്ക്
MySQLോ ഡെർബിയോ H2O ഏത് ഡേറ്റാബേസ് ആണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും ടേബിള് SQL query ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. സ്പ്രിംഗ് ബൂട്ട് കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് ടേബിൾ ക്രിയേറ്റ് ചെയ്യാനുള്ള ഫങ്ഷനാലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ നമുക്കിവിടെ വേണ്ട ടേബിൾ ഏതൊക്കെ പേരിലാ? ഒന്ന് യൂസർ ഡേറ്റ എന്ന് പറയുന്ന ടേബിൾ പേരിലും, ഒന്ന് ബുക്ക് എന്ന് പറയുന്ന പേരിലും, ഒന്ന് റിസർവേഷൻ എന്ന് പറയുന്ന പേരിലുമാണ് അല്ലേ? അപ്പം മോഡൽ എന്ന് പറയുന്ന പാക്കേജിന്റെ അണ്ടറിൽ, ബിക്കോസ് മോഡൽ ആണല്ലോ ഇവിടെ സ്പ്രിംഗ് ബൂട്ടിൽ ഡേറ്റാബേസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. സോ ഈ മോഡൽ എന്ന് പറയുന്ന ആ ഒരു പാക്കേജിന്റെ അണ്ടറിൽ യൂസർ ഡേറ്റ എന്ന് പറയുന്ന ഒരു ജാവ ക്ലാസ് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നു, ഒരു ജാവ ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നു. എന്നിട്ട് ID, നെയിം, ഇമെയിൽ, പാസ്വേഡ് എന്ന് പറയുന്ന 4 ഡേറ്റ ടൈപ്സ് അല്ലെങ്കിൽ വേരിയബിൾസും ക്രിയേറ്റ് ചെയ്യുന്നു. ID, നെയിം, ഇമെയിൽ, പാസ്വേഡ് എന്ന് പറയുന്ന വേരിയബിൾസ് ക്രിയേറ്റ് ചെയ്യുന്നു. സോ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ജാവ ഫയലിന്റെ പേരിൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ യൂസ് ചെയ്യുന്ന ഡേറ്റാബേസ് ഏതാണോ, കാരണം നമ്മൾ ഡ്രൈവർ ആപ്ലിക്കേഷൻ ഡോട്ട് പ്രോപ്പർട്ടീസിൽ കൊടുത്തിട്ടുണ്ട്. സോ അതിൽ കൊടുത്തിരിക്കുന്ന ഡേറ്റാബേസ് ഏതാണോ, ഇവിടുത്തെ കേസിൽ H2 ആണ്. ആ H2ൽ ആ ജാവ ക്ലാസിന്റെ പേര് വെച്ചൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുകയും അതിനകത്ത് ഡിക്ലെയർ ചെയ്തിരിക്കുന്ന വേരിയബിൾസ് എല്ലാം ഓരോ കോളമായിട്ട് ആക്ട് ചെയ്യുകയും ചെയ്യും. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് യൂസർ ഡേറ്റ എന്ന് പറയുന്ന ഈ ടേബിൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യും. സോ അതിനായിട്ട് നമുക്കിവിടെ ആ ഒരു ടേബിളിന്റെ പേര് എന്താ വേണ്ടത്? യൂസർ ഡേറ്റ. സോ മോഡൽ എന്ന് പറയുന്ന ഈ പാക്കേജ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ന്യൂ ക്ലാസ്, ഈ ക്ലാസ്സിന് നമുക്ക് കൊടുക്കേണ്ട ടേബിളിന്റെ പേര് അതേപോലെ കൊടുക്കും. ഇവിടെ യൂസർ ഡേറ്റ എന്ന് ഞാൻ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഒരു ക്ലാസ് ഇവിടെ ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി എന്തൊക്കെ ഫീൽഡ് അതിനകത്ത് വേണ്ടത്? ID, നെയിം, ഇമെയിൽ, പാസ്വേഡ്. സോ സ്പ്രിംഗ് ബൂട്ടിലെല്ലാം ജാവ ക്ലാസ്സസ് അല്ലേ, ഓരോ ജാവ ഫയൽസ് ഉണ്ട്. സോ ഈ മോഡലിന് താഴെയുള്ള ഈ ക്ലാസ്, അതായത് യൂസർ ഡേറ്റ എന്ന് പറയുന്നത് ഒരു ഡേറ്റാബേസ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ടേബിൾ ആയിട്ട് ആക്ട് ചെയ്യണം. സോ അങ്ങനെ ആക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? എൻറ്റിറ്റി എന്ന് പറയുന്ന ഒരു അനോട്ടേഷൻ കൊടുക്കും. സോ എൻറ്റിറ്റി അനോട്ടേഷൻ കൊടുക്കുമ്പോഴത്തേക്കും സ്പ്രിംഗ് ബൂട്ടിന് മനസ്സിലാവും ഈ പറയുന്ന യൂസർ ഡേറ്റ എന്ന് പറയുന്ന ഈ ക്ലാസ് ഒരു ഡേറ്റാബേസ് ടേബിൾ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അത് ഇമ്പോർട്ട് ചെയ്യണം. ഇമ്പോർട്ട് ചെയ്യുമ്പം ജക്കാർത്ത ഡോട്ട് പെർസിസ്റ്റൻസ് എന്ന് പറയുന്ന പാക്കേജ് തന്നെയായിരിക്കണം ഇമ്പോർട്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള ടേബിളിന്റെ കോളം, അതായത് ID, നെയിം, ഇമെയിൽ, പാസ്വേഡ് നമുക്കിവിടെ കൊടുക്കാം. അതൊരു വേരിയബിൾസ് ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. സോ നെയിം, then private string, email, okay, password, ഇത്രയും കൊടുത്തു. സോ യൂസർ ഡേറ്റ എന്ന് പറയുന്ന ഒരു ടേബിൾ ക്രിയേറ്റ് ആവും. അതിനകത്ത് ഏതൊക്കെ ഫീൽഡ് കാണും? ID, നെയിം, ഇമെയിൽ, പാസ്വേഡ് എന്ന് പറയുന്ന ഫീൽഡ് കാണും. ഇതിനകത്ത് ആദ്യത്തെ ടേബിളിനകത്ത് ID എന്ന് പറയുന്നത് പ്രൈമറി കീ ആണല്ലേ. സോ പ്രൈമറി കീ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ടേബിളിനകത്തും പറഞ്ഞു കൊടുക്കണം അത് ID എന്ന് പറയുന്നത് ഒരു പ്രൈമറി കീ ആണ്. സോ എങ്ങനെയാണ് പറഞ്ഞു കൊടുക്കുന്നത്? പ്രൈമറി കീ ആണെങ്കിൽ അതിന് മുകളിൽ ID എന്ന് പറയുന്ന ഒരു അനോട്ടേഷൻ കൊടുക്കുക. ID എന്ന് പറയുമ്പം 2 ഇമ്പോർട്ട് വരുന്നുണ്ട്, അതിൽ ജക്കാർത്ത ഡോട്ട് പെർസിസ്റ്റൻസ് തന്നെ കൊടുക്കണം. ഡേറ്റാബേസ് അതായത് മോഡലിനകത്ത് വരുന്ന എല്ലാ ഇമ്പോർട്ടും ജക്കാർത്ത ഡോട്ട് പെർസിസ്റ്റൻസ് എന്ന് പറയുന്ന പാക്കേജിൽ നിന്ന് വേണം ഇമ്പോർട്ട് ചെയ്യാൻ. പാക്കേജ് മാറിയാൽ എറർ വരും. ദെൻ ID എന്ന് പറയുന്ന ഒരു പ്രൈമറി കീ ആയിരിക്കണം. അതേപോലെ അത് ഓട്ടോ ഇൻക്രിമെന്റഡ് ആയിരിക്കണം. അതായത് ഒരു യൂസർ രജിസ്റ്റർ ചെയ്യുമ്പം യൂസർ ആയിരിക്കത്തില്ല യൂസറിന്റെ ID അല്ലേ, റാൻഡം ID കൊടുക്കുന്നത്. അതൊരു ഡേറ്റാബേസിൽ സ്റ്റോർ ചെയ്യുന്ന ഒരു യുണീക്ക് കീ ആണ്. അപ്പൊ അത് ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ആവണം. അതായത് ഫ്രണ്ട് എൻഡിൽ നിന്ന് അത് വാങ്ങിക്കത്തില്ല, പകരം ബാക്ക് എൻഡിൽ ഡേറ്റാബേസിൽ ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ആവണം. സോ അങ്ങനെ ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ആവാൻ വേണ്ടി ഇപ്പൊ SQL ആണെങ്കിൽ ഓട്ടോ ഇൻക്രിമെന്റ് എന്ന് പറയുന്ന ഒരു കീവേഡ് കൊടുക്കും അല്ലേ. സോ ഇവിടെ സ്പ്രിംഗ് ബൂട്ടിലാണെങ്കിൽ അടുത്ത അനോട്ടേഷൻ കൊടുക്കണം. അതാണ് ജനറേറ്റഡ് വാല്യൂ എന്ന് പറയുന്ന അനോട്ടേഷൻ. ആ അനോട്ടേഷന് കുറച്ച് ആർഗ്യുമെന്റ് കൂടി പാസ് ചെയ്യണം. അതായത് സ്ട്രാറ്റർജി ഈക്വൽ ടു ജനറേഷൻ ടൈപ്പ് ഡോട്ട് ഐഡന്റിറ്റിയോ ഓട്ടോയോ, ഇവിടെ ഒരുപാട് ടൈപ്പ് അവൈലബിൾ ആണ്. ഓട്ടോ ഉണ്ട്, ഐഡന്റിറ്റി ഉണ്ട്, സീക്വൻസ് ഉണ്ട്, UUID ഉണ്ട്. ഇതിനകത്ത് ഏതെങ്കിലും ഒന്ന് യൂസ് ചെയ്താൽ മതി. ഓട്ടോയും യൂസ് ചെയ്യാം, ഐഡന്റിറ്റി യൂസ് ചെയ്യാം. രണ്ട് യൂസ് ചെയ്താലും ഓട്ടോമാറ്റിക്കലി ഇൻക്രിമെന്റ് ആവും. സോ ഞാനിവിടെ ഐഡന്റിറ്റി ആണ് യൂസ് ചെയ്യാൻ പോകുന്നത്.
ഓക്കെ, കഴിഞ്ഞു. ഇനി ജനറേറ്റഡ് വാല്യൂ എന്ത് ചെയ്യണം? ഇമ്പോർട്ട് ചെയ്യണം. അവിടെ നോക്കണം, ഒരുപാട് ഇമ്പോർട്ട് വരുന്നുണ്ട്. അതിൽ ജക്കാർത്ത പെർസിസ്റ്റൻസ് എന്ന് പറയുന്ന ഇമ്പോർട്ട് തന്നെ. സോ ഇതിനർത്ഥം എന്ന് പറയുന്നത് ഒരു പ്രൈമറി കീ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, അത് ഓട്ടോ ഇൻക്രിമെന്റും ആയിരിക്കണം. അതിന് തൊട്ട് താഴെ കൊടുത്തിരിക്കുന്ന ഏത് വേരിയബിൾ ആണോ അതിനാണ് ഈ പറഞ്ഞ അനോട്ടേഷൻ ആപ്ലിക്കബിൾ ആവുന്നത്. കാരണം ഒരു ഫംഗ്ഷൻ, ഒരു കേർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് അതിനകത്ത് കൊടുക്കുന്ന കാര്യങ്ങളായിരുന്നെങ്കിൽ എൻറ്റിറ്റി മൊത്തത്തിലല്ലേ എടുക്കുന്നത്. അതായത് എൻറ്റിറ്റി എന്ന് പറയുന്ന ഈ ഒരു അനോട്ടേഷൻ താഴെ പറഞ്ഞിരിക്കുന്ന ഈ ക്ലാസ്സിന് മൊത്തത്തിലാണ് കൊടുക്കുന്നത്. അതെങ്ങനെ മനസ്സിലാക്കും? കാരണം ഇവിടെ ഒരു ഓപ്പണിംഗ് ബ്രാക്കറ്റും ക്ലോസിംഗ് ബ്രാക്കറ്റും ആണ്. സോ ഇതിനകത്ത് വരുന്ന എല്ലാത്തിനും ഐഡന്റിറ്റി എന്ന് പറയുന്ന ക്ലാസ് അനോട്ടേഷൻ ആപ്ലിക്കബിൾ ആണ്. ബട്ട് ഇവിടെ ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ടില്ല, പകരം ഇവിടെ ഒരൊറ്റ വേരിയബിൾ മാത്രമേ അവൈലബിൾ ഉള്ളൂ. സോ ആയതിനാൽ എന്ത് ചെയ്യണം? ഈ പറഞ്ഞ രണ്ട് അനോട്ടേഷൻ ഇതിന് മാത്രമേ ആപ്ലിക്കബിൾ ആവുള്ളൂ, ഇതിന് ആപ്ലിക്കബിൾ ആകത്തില്ല. ഓക്കെ, സോ ടേബിളിന്റെ ഫീൽഡ് എല്ലാം സെറ്റ് ചെയ്തതിനു ശേഷം ഇനി നമുക്ക് വേണ്ടത് രണ്ട് തരത്തിലുള്ള കൺസ്ട്രക്ടറാണ്. കൺസ്ട്രക്ടേഴ്സ് വേണം, അതായത് ആർഗ്യുമെന്റ് പാസ് ചെയ്യുന്ന കൺസ്ട്രക്ടറും വേണം, അതേപോലെ ആർഗ്യുമെന്റ് ഇല്ലാത്ത കൺസ്ട്രക്ടറും വേണം, അതേപോലെ ഗെറ്ററും സെറ്ററും വേണം. എന്തിനാണ് ഗെറ്ററും സെറ്ററും? ഗെറ്ററും സെറ്റർ എന്ന് പറയുന്നത് ഈ പർട്ടിക്കുലർ ഫീൽഡിൽ നമുക്ക് വാല്യൂ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെറ്റർ യൂസ് ചെയ്യുന്നത്. ഇതിനകത്തുള്ള വാല്യൂസിനെ ഗെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗെറ്റർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ലോങ് ബുക്ക് എന്ന് പറയുന്ന ഒരു ഡിപ്പെൻഡൻസി ഉണ്ട്. ആ ഡിപ്പെൻഡൻസി ആഡ് ചെയ്താൽ ഈ ഒരു കൺസ്ട്രക്ടർ ഗെറ്റർ സെറ്റർ എന്ന് പറയുന്ന ഈ ഒരു പരിപാടി ഒഴിവാക്കാൻ പറ്റും. ബട്ട് ഇവിടത്തെ കേസിൽ, ഈ ഒരു പ്രോജക്റ്റിൽ ഞാൻ കൺസ്ട്രക്ടറും ഗെറ്റർ സെറ്ററും ക്രിയേറ്റ് ചെയ്താണ് പഠിപ്പിക്കുന്നത്. അതിനോട് ഒരു ബേസ് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് ഫോളോ ചെയ്യുന്നത്. ലോങ് ബുക്ക് എന്ന് പറയുന്ന ഡിപ്പെൻഡൻസി ഇതിനകത്ത് ആഡ് ചെയ്തിട്ടില്ല. സോ കൺസ്ട്രക്ടേഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി കോഡിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, സോഴ്സ് എടുക്കുക, അതിനകത്ത് കൺസ്ട്രക്ടർ ജനറേറ്റ് കൺസ്ട്രക്ടർ യൂസിങ് ഫീൽഡ് എന്ന് കാണും, അതിൽ ക്ലിക്ക് ചെയ്യുക. ദെൻ ഇതെല്ലാം ടിക്ക് മാർക്ക് ആണോ എന്ന് നോക്കുക. ടിക്ക് മാർക്ക് ആണെങ്കിൽ ജനറേറ്റ് കൊടുക്കുക. സോ ഒരു കൺസ്ട്രക്ടർ ഇവിടെ ജനറേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫീൽഡ് ആർഗ്യുമെന്റ്സ് ഇല്ലാത്ത കൺസ്ട്രക്ടറും വേണം. സോ രണ്ട് കൺസ്ട്രക്ടർ വേണം, ആർഗ്യുമെന്റ് ഉള്ള കൺസ്ട്രക്ടറും വേണം, നോൺ ആർഗ്യുമെന്റ് ഉള്ള കൺസ്ട്രക്ടറും വേണം. സോ വീണ്ടും സോഴ്സിൽ പോവുക, സെയിം ഫീൽഡ് ജനറേറ്റ് കൺസ്ട്രക്ടർ യൂസിങ് ഫീൽഡ്സ് കൊടുക്കുക. ദെൻ ഇവിടെ ടിക്ക് ഇട്ടിരിക്കുന്നത് ഡിസേബിൾ ചെയ്യുക, അത് ഡീസെലക്ട് എന്ന് പറയുന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക, ദെൻ ജനറേറ്റ് കൊടുക്കുക. അപ്പോൾ ആർഗ്യുമെന്റ് ഇല്ലാത്ത കൺസ്ട്രക്ടർ ക്രിയേറ്റ് ആയി. സോ ഇതെന്താണ്? കൺസ്ട്രക്ടേഴ്സ് ആണ്. ഞാനിത് കമന്റ് ചെയ്യാം. കൺസ്ട്രക്ടേഴ്സ് വിത്ത് ആർഗ്യുമെന്റ്സ്. ഇതെന്ന് പറയുന്നത് കൺസ്ട്രക്ടർ വിത്ത് നോ ആർഗ്യുമെന്റ്. ഇനി ഗെറ്ററും സെറ്ററും വേണം അല്ലേ? സോ വീണ്ടും റൈറ്റ് ക്ലിക്ക് ചെയ്യുക, സോഴ്സിൽ പോവുക, ജനറേറ്റ് ഗെറ്റർ ആൻഡ് സെറ്റർ എന്ന് പറയുന്ന ഫംഗ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇത് ബൈ ഡിഫോൾട്ട് ഡിസേബിൾ ആണെങ്കിൽ സെലക്ട് ഓൾ കൊടുക്കുക. ഈ ടിക്ക് മാർക്ക് എനേബിൾ ആണോ എന്ന് ചെക്ക് ചെയ്താൽ മതി. ആൾറെഡി ടിക്ക് മാർക്ക് എനേബിൾഡ് ആണെങ്കിൽ ഡയറക്റ്റ് ജനറേറ്റ് കൊടുക്കുക. സോ നമ്മുടെ പ്രോഗ്രാമിന് ആവശ്യമായിട്ടുള്ള ഗെറ്റർ ആൻഡ് സെറ്റേഴ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സോ ഇനി അടുത്ത ടേബിൾ ഏതാ വേണ്ടത്? അടുത്ത ടേബിൾ ബുക്ക് എന്നാണ്. സോ ബുക്ക് എന്ന് പറയുന്ന ടേബിൾ ക്രിയേറ്റ് ചെയ്യാം. സോ ബുക്ക് എന്ന് പറയുന്ന ടേബിൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യും? റൈറ്റ് ക്ലിക്ക് ചെയ്യുക, മോഡൽ എന്ന് പറയുന്ന പാക്കേജ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ബുക്ക് എന്ന് പറയുന്ന ഒരു ക്ലാസ് ഉണ്ടാക്കുക. സോ ക്ലാസ് നെയിം എപ്പോഴും ക്യാപിറ്റൽ ലെറ്ററിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ബുക്ക് എന്ന് പറയുന്ന ക്ലാസ്സും ഒരു ഡേറ്റാബേസ് ആയിട്ട് ആക്ട് ചെയ്യണം. സോ നേരത്തെ അതേ സ്റ്റെപ്പ് എൻറ്റിറ്റി എന്ന് പറയുന്ന ഫംഗ്ഷനാലിറ്റി കൊടുക്കുന്നു, ഇമ്പോർട്ട് ചെയ്യുന്നു. ഇനി ബുക്കിനകത്ത് എന്തൊക്കെ ഫീൽഡാണ് വേണ്ടത്? ഒരു ബുക്ക് ഐ ഡി വേണം അല്ലേ? ബുക്ക് ഐ ഡി വേണം, ടൈറ്റിൽ, ഓതർ, പിന്നെ അവൈലബിലിറ്റി, പിന്നെ ഏത് ജോണർ ആണെന്നുള്ളത്. സോ അത് കൊടുക്കാം. പ്രൈവറ്റ് ഇൻഡിജോ BID ബുക്ക് ഐ ഡി, അതേപോലെ പ്രൈവറ്റ് സ്ട്രിംഗ് ടൈറ്റിൽ, നമുക്ക് ഓരോ ഫീൽഡ് കൊടുക്കാം. ഓതർ, ദെൻ ഏത് ജോണർ ആണെന്നുള്ളത്, പ്രൈവറ്റ്, അവൈലബിലിറ്റി. ഓക്കെ, സോ നമ്മൾ ഇത്രയും ഇത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ നേരത്തെ പറഞ്ഞ പോലെ
BID എന്ന് പറയുന്നത് നമ്മുടെ ടേബിളിലെ ഒരു പ്രൈമറി കീ ആണ് അല്ലേ? സോ അതുകൊണ്ട് @id എന്ന് പറയുന്ന annotation കൊടുക്കുന്നു. അതേപോലെ generated value is equal to നേരത്തെ ഇവിടെ എഴുതിയ ഇതേ സാധനം ഞാൻ ഇവിടെ കോപ്പി പേസ്റ്റ് ചെയ്യുന്നു. സെയിം. ഓക്കെ. ദെൻ ഈ പറയുന്ന കാര്യത്തിന് ഇമ്പോർട്ട് ചെയ്യുന്നു. ഇനി ഇതിന്റെ എന്താ വേണ്ട അടുത്ത സ്റ്റെപ്പ്? ഇതിനും കൺസ്ട്രക്ടറും ഒപ്പം ഗെറ്ററും സെറ്ററും ക്രിയേറ്റ് ചെയ്യുന്നു. സോ ആദ്യം ആർഗ്യുമെന്റ് ഉള്ള കൺസ്ട്രക്ടർ ക്രിയേറ്റ് ചെയ്യുന്നു. ദെൻ ആർഗ്യുമെന്റ് ഇല്ലാത്ത കൺസ്ട്രക്ടർ വീണ്ടും ക്രിയേറ്റ് ചെയ്യുന്നു. ഡീസെലക്ട് ചെയ്ത് ക്രിയേറ്റ് ചെയ്യുന്നു. ദെൻ ഗെറ്റർ ആൻഡ് സെറ്റേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ. സോ സെലക്ട് ചെയ്യുന്നു. ജനറേറ്റ്. ഓക്കെ ഫൈൻ. ഇനി മൂന്നാമത്തെ ടേബിൾ ക്രിയേറ്റ് ചെയ്യാം അല്ലേ? മൂന്നാമത്തെ ടേബിൾ എന്താ പേര് കൊടുത്തിരിക്കുന്നത്? ബുക്ക് റിസർവേഷൻ എന്നാണ്. അതിനകത്ത് രണ്ട് ഫോറിൻ കീ കൺസ്ട്രെയിനും ഉണ്ട്. സോ ബുക്ക് റിസർവേഷൻ എന്ന് പറയുന്ന പേരിൽ അടുത്ത ടേബിൾ ക്രിയേറ്റ് ചെയ്യാം. അതിനായി മോഡൽ എന്ന് പറയുന്ന പാക്കേജ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് പുതിയ ക്ലാസ് ക്രിയേറ്റ് ചെയ്യുക. ബുക്ക് റിസർവേഷൻ. ഓക്കെ. ദെൻ അതിലും അറ്റ് എൻറ്റിറ്റി എന്ന് പറയുന്ന അനോട്ടേഷൻ കൊടുക്കുക. കാരണം ഇതും ഒരു ടേബിൾ ആയിട്ടാണ് ആക്ട് ചെയ്യേണ്ടത്. ദെൻ അത് ഇമ്പോർട്ട് ചെയ്യുക. അതിനുശേഷം അതിനകത്ത് എന്തൊക്കെയായിരുന്നു വേണ്ടത്? RID അല്ലേ? പ്രൈവറ്റ് ഇൻറ്റിജർ RID. ദെൻ പ്രൈവറ്റ്. ഓക്കെ. ഇനി നെക്സ്റ്റ് എന്താ വേണ്ടത്? RID കഴിഞ്ഞാൽ വേണ്ടതെന്ന് പറയുന്നത് രണ്ട് ഫോറിൻ കീ ആണ്. സോ ഫോറിൻ കീ എഴുതുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ സ്പ്രിംഗ് ബൂട്ടിൽ ഫോറിൻ കീ എഴുതുന്നത് മെനി ടു വൺ, വൺ ടു വൺ എന്ന് പറയുന്ന കൺസ്ട്രെയിൻസ് വെച്ചിട്ടായിരിക്കും. സോ ഇവിടത്തെ കേസിൽ ഈ ഒരു UID-യിൽ യൂസറിന്റെ എല്ലാ ഡേറ്റയും വേണം അല്ലേ? അതായത് മെനി ഇവിടെ ഒരുപാടും ഇവിടെ ഒന്നുമാണ്. സോ മെനി ടു വൺ കൺസ്ട്രെയിൻ ആണ് ഇവിടെ രണ്ടും വരുന്നത്. UID എന്ന് പറയുമ്പോൾ ഈ UID വെച്ചിട്ട് നമുക്ക് യൂസറിന്റെ പേരും ഇമെയിലും എല്ലാം ആക്സസ് ചെയ്യാൻ പറ്റണം. സോ ഇവിടെയുള്ള മെനി റെക്കോർഡ്സ് ഇവിടെ ഒരു ഫീൽഡിൽ വേണം. അതാണ് മെനി ടു വൺ കൺസ്ട്രെയിൻ. സോ നമ്മളിവിടെ എന്താണ് ഈ ഫോറിൻ കീ അനോട്ട് ചെയ്യുന്നത് മെനി ടു വണ്ണിലാണ്. അതേപോലെ സെയിം കോൺസെപ്റ്റ് ആണ് ബുക്ക് ഐഡിയിലും വരുന്നത്. സോ ഫോറിൻ കീ കൺസ്ട്രെയിൻ ഇങ്ങനെയുള്ള ഫോറിൻ കീസ് ഒക്കെ വരുമ്പോഴത്തേക്കും സ്പ്രിംഗ് ബൂട്ടിൽ കുറച്ചുകൂടി എളുപ്പമാണ്. അത് ഏത് അനോട്ടേഷനിലാണ് കൊടുക്കുന്നതെന്ന് മാത്രം നോക്കിയാൽ മെനി ടു വൺ ആണോ വൺ ടു വൺ ആണോ എന്നുള്ളത് മാത്രം കൊടുത്താൽ മതി. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്തോളും? ആ ഒരു ടേബിൾ ഇതിനകത്തോട്ട് ഫോറിൻ കീ ലിങ്ക് ആയിക്കോളും. സോ മെനി ടു വൺ കൊടുക്കുക. അതേപോലെ ജോയിൻ കോളം എന്ന് പറയുന്ന ഒരു ഫീച്ചറും കൊടുക്കുക. സോ ഇങ്ങനെയാണ് സ്പ്രിംഗ് ബൂട്ടിൽ ഫോറിൻ കീ കൺസ്ട്രെയിൻസ് കൊടുക്കേണ്ടത്. ദെൻ നമുക്ക് ഒരു പേര് കൊടുക്കുക. അതായത് റിസർവേഷൻ എന്ന് പറയുന്ന ടേബിളിൽ ഏത് കോളത്തിലാണ് ഈ ഒരു ഫോറിൻ കീ വരേണ്ടതെന്നുള്ളത്. സോ നമുക്ക് എന്താണ് UID എന്ന് പറയുന്ന ഒരു കോളം വേണം. അതിനകത്ത് ഈ യൂസറിന്റെ ഡീറ്റെയിൽസ് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോറിൻ കീ കൺസ്ട്രെയിൻ ആയിരിക്കണം. സോ UID എന്ന് പറയുന്ന നെയിമിൽ റിസർവേഷൻ എന്ന് പറയുന്ന ടേബിളിൽ എന്ത് ചെയ്യുക? കോളം ക്രിയേറ്റ് ചെയ്യുക. അത് റെഫറൻസ്ഡ് കോളം ആയിരിക്കണം എന്ന് പറയുന്ന അടുത്ത ഒരു ആർഗ്യുമെന്റ് കൊടുക്കണം. റെഫറൻസ്ഡ് കോളം നെയിം ഏതാണ്? ID. ഈ ID എവിടെയാ വരുന്നത്? ഈ ID എന്ന് പറയുന്നത് നമ്മൾ യൂസറിനകത്ത് കൊടുത്ത ഈ ID ആണ് അവിടെ കൊടുക്കേണ്ടത്. അതായത് ചുരുക്കം പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഈ കോളത്തിനെ ജോയിൻ ചെയ്യുക. ബുക്ക് റിസർവേഷൻ എന്ന് പറയുന്ന ടേബിളിനകത്ത് UID എന്ന് പറയുന്ന ഒരു കോളം ഉണ്ടായിരിക്കണം. അതെന്ന് പറയുന്നത് ബുക്ക് ID അല്ലേ? ഈ ബുക്ക് എന്ന് പറയുന്ന ഈ ടേബിളിനകത്തുള്ള യൂസർ എന്ന് പറയുന്ന ഈ ഒരു ടേബിളിനകത്തുള്ള ഐഡിയുമായിട്ട് ഫോറിൻ കീ ആയിരിക്കണം. നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്താണ് പറഞ്ഞു കൊടുക്കേണ്ടത്? ഈ പറയുന്ന യൂസർ ഡേറ്റ എന്ന് പറയുന്ന ആ ഒരു ഫയലിനെ ഇവിടെ വിളിക്കണം. അതായത് പ്രൈവറ്റ് യൂസർ ഡേറ്റ യൂസർ എന്നെങ്ങനെ കൊടുക്കുക. അതായത് ഈ പാക്കേജിനെ ഇവിടെ ഇമ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഈ പറയുന്നതെല്ലാം ഇമ്പോർട്ട് ചെയ്യണം. ഓർക്കുക, ജക്കാർത്ത പെർസിസ്റ്റൻസ് തന്നെ കൊടുത്ത് ഇമ്പോർട്ട് ചെയ്യുക. ഇവിടെ ഒരു ഡൗട്ട് വരാം, എന്തിനാണ് യൂസർ ഡേറ്റ യൂസർ കൊടുത്തതെന്ന്. കാരണം ഈ ID എന്ന് പറയുന്നത് ഏത് ജാവ ഫയലിനകത്താണ് കിടക്കുന്നത്? യൂസർ ഡേറ്റ എന്ന് പറയുന്ന ജാവ ഫയലിനകത്താണ് കിടക്കുന്നത്. സോ ആ ഒരു ഫയലിന് നമ്മൾ എന്ത് ചെയ്തു? ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. ആ ക്ലാസ്സിന് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് കൊടുത്തു. അത്രേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ഫംഗ്ഷനാലിറ്റി എന്താണ്? ഒരു ഫോറിൻ കീ കൺസ്ട്രെയിൻ ആണ് ചെയ്യുന്നത്. UID എന്ന് പറയുന്ന ഒരു കോളം ബുക്ക് റിസർവേഷൻ എന്ന് പറയുന്ന ടേബിളിൽ ക്രിയേറ്റ് ചെയ്യും. ഏതുമായിട്ട് ലിങ്ക് ചെയ്യും? യൂസർ ഡേറ്റ എന്ന് പറയുന്ന ഈ
ക്ലാസ്സിന് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. സോ യൂസർ എന്ന് പറയുന്ന ഈ ഫയലിനകത്തുള്ള ഐഡിയുമായിട്ട് അത് ലിങ്ക് ചെയ്യും. സോ സിമ്പിൾ ആണ്. ഇത്രയേ ഉള്ളൂ കോൺസെപ്റ്റ്. ഓക്കെ, ഇനി ഇതേ സെയിം സാധനം ഞാൻ വീണ്ടും കോപ്പി ചെയ്യുന്നു. കാരണം നമുക്ക് ഇനി ഒരു ഫോറിൻ കീ കൺസ്ട്രെയിൻ കൂടി വേണം അല്ലേ, ബുക്ക് ഐ ഡി ആയിട്ടും കൂടി വേണം. സോ സെയിം ആ ഒരു കൺസ്ട്രെയിൻ ഇവിടെ കൊടുക്കുന്നു. ദെൻ ഇവിടെ നമുക്ക് വേണ്ടത് ബുക്ക് ഐ ഡി എന്നാണ് കൊടുക്കേണ്ടത്. ഓക്കെ, ബുക്ക് ഐ ഡി എന്നൊരു കോളം ഞാൻ കൊടുക്കുന്നു. റെഫറൻസ്ഡ് ആയിട്ട് ബി ഐ ഡി, അതായത് ഈ ബുക്ക് റിസർവേഷനകത്ത് ബുക്ക് ഐ ഡി എന്ന് പറയുന്ന ഒരു കോളം ക്രിയേറ്റ് ആവും. അത് ഏതുമായിട്ട് ലിങ്ക് ചെയ്യണം? ബുക്ക് എന്ന് പറയുന്ന ഈ ജാവ ക്ലാസ്സിൽ ബി ഐ ഡി ആയിട്ട് ലിങ്ക്ഡ് ആയിരിക്കണം. നമ്മുടെ ഫോറിൻ കീ കൺസ്ട്രെയിന്റ് സെയിം സാധനം. ഇനി ഈ ബി ഐ ഡി എവിടെയാണ് എന്ന് പറഞ്ഞു കൊടുക്കാൻ എന്ത് ചെയ്യുക? ആ ബുക്ക് എന്ന് പറയുന്ന നമ്മുടെ ഈ ക്ലാസ്സിന് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. സിമ്പിൾ. ഓക്കെ, ഇനി ഏതൊക്കെ ഫീൽഡ് വേണം? ഒരു ഫ്രം ഡേറ്റും വേണം, അതുപോലെ അപ്രൂവ്ഡ് സ്റ്റാറ്റസും വേണം. സോ അതും കൂടി കൊടുക്കാം. സ്ട്രിംഗ് ഫ്രം ഡേറ്റ്, അതേപോലെ സ്ട്രിംഗ് അപ്രൂവ്ഡ്. ഓക്കെ, ഇനി എന്ത് ചെയ്യും? നേരത്തെ അതേ സെയിം സ്റ്റെപ്പ് തന്നെയാണ് ഇതിലും. കൺസ്ട്രക്ടേഴ്സ് ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, കൺസ്ട്രക്ടർ ഒരെണ്ണം ക്രിയേറ്റ് ചെയ്തു. ഇനി ആർഗ്യുമെന്റ് ഇല്ലാത്ത കൺസ്ട്രക്ടറും ക്രിയേറ്റ് ചെയ്യുന്നു. ഡീസെലക്ട് ചെയ്യുന്നു, ജനറേറ്റ് കൊടുക്കുന്നു, ദെൻ ഗെറ്റർ ആൻഡ് സെറ്റേഴ്സും കൊടുക്കും. സെലക്ട് ഓൾ, ജനറേറ്റ്. ഓക്കെ, സോ നമുക്ക് ആവശ്യമായിട്ടുള്ള, അല്ലെങ്കിൽ ഈ പ്രോജക്റ്റിന് ആവശ്യമായിട്ടുള്ള എല്ലാ ഡേറ്റാബേസും ക്രിയേറ്റ് ആയി. ഓക്കെ, ഇനി നമ്മൾ ക്രിയേറ്റ് ചെയ്ത അല്ലെ, ഇപ്പൊ ക്രിയേറ്റ് ചെയ്ത ഈ ടേബിൾസ് എങ്ങനെ കാണാം എന്ന് നോക്കാം. സോ ഈ ടേബിൾസ് കാണാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഫയൽ റൺ ചെയ്യാം. നമ്മുടെ സ്പ്രിംഗ് ബൂട്ട് ആപ്ലിക്കേഷൻ റൺ ചെയ്യുക. ഓക്കെ, നമ്മുടെ പ്രോജക്റ്റ് ഇവിടെ റൺ ആവുന്നുണ്ട്. എന്തോ ഒരു എറർ ഹാപ്പൻ ചെയ്തിട്ടുണ്ട്, നമുക്ക് ചെക്ക് ചെയ്യാം. എൻറ്റിറ്റി മാനേജർ ആണ്. ജസ്റ്റ് സ്ക്രോൾ ചെയ്യുമ്പോൾ ബുക്ക് റിസർവേഷനിലാണ് നമുക്ക് എറർ കിട്ടിയിരിക്കുന്നത്. ഹാസ് നോ ഐഡന്റിഫയർ. ഓക്കെ, ഐ ഡി എന്ന് പറയുന്ന അനോട്ടേഷൻ കൊടുക്കാൻ മറന്നുപോയി എന്ന് തോന്നുന്നു. യെസ്, ഞങ്ങൾ ഇവിടെ ഐ ഡിയും, അതായത് നേരത്തെ ഇവിടെ ചെയ്ത അതേ സാധനം അവിടെ കൊടുക്കാൻ മറന്നുപോയായിരുന്നു. സോ അതെന്ത് ചെയ്യാം? ഇവിടെ കൊടുക്കാം ഐ ഡിയും. അതായത് ആർ ഐ ഡി എന്ന് പറയുന്നത് ഒരു പ്രൈമറി കീ ആണല്ലോ. ഇനി അത് സേവ് ചെയ്തിട്ട് നമുക്ക് ആപ്ലിക്കേഷൻ ഒന്നുകൂടി റൺ ചെയ്ത് നോക്കാം. സോ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, റൺ ആസ് ജാവ ആപ്ലിക്കേഷൻ കൊടുക്കാം. ഒരു സ്പ്രിംഗ് ബൂട്ട് ആപ്ലിക്കേഷൻ രണ്ട് രീതിയിൽ റൺ ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. മെയിൻ ഫയലിൽ റൺ ആസ് കൊടുത്താലും റൺ ആവും. ഓക്കെ, നമ്മുടെ പ്രോജക്റ്റ് ഇവിടെ റൺ ആയിട്ടുണ്ടല്ലേ. ടോം കാറ്റ് സെർവർ സ്റ്റാർട്ടഡ് ഓൺ 8080. അതേപോലെ H2 കൺസോൾ അവൈലബിൾ അറ്റ് /H2 കൺസോൾ. അതായത് നമുക്ക് ഡേറ്റാബേസ് കാണണമെങ്കിൽ H2 കൺസോൾ എന്ന് പറയുന്ന ഈ ഒരു പാത്ത് കൊടുത്താൽ മതി. അതേപോലെ നമ്മളുടെ ഡേറ്റാബേസിന്റെ പേരെന്ന് പറയുന്നത് ലൈബ്രറി DB ആയിരിക്കും. അത് എവിടെയാണ് നമ്മൾ കൊടുത്തത്? നമ്മൾ ഈ ആപ്ലിക്കേഷൻ ഡോട്ട് പ്രോപ്പർട്ടീസിനകത്ത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ പേര് എന്താണെന്ന് നമ്മൾ ഓർത്ത് വെക്കണം. സോ ഞാൻ അത് കോപ്പി ചെയ്യുന്നു. എന്നിട്ട് ബ്രൗസർ ഓപ്പൺ ചെയ്തിട്ട് ഡേറ്റാബേസ് ആക്സസ് ചെയ്യാനായിട്ട് ലോക്കൽ ഹോസ്റ്റ്, നമ്മുടെ ലോക്കൽ ഹോസ്റ്റ് എന്ന് പറയുന്നത് 8080 ആണ് അല്ലേ. 8080/H2 കൺസോൾ, കാരണം അതിലാണ് നമ്മുടെ ഡേറ്റാബേസ് ആക്റ്റീവ് ആയിരിക്കുന്നത്. സോ H2 കൺസോൾ എന്ന് കൊടുക്കുന്നു. കൊടുക്കുന്ന സമയത്ത് JDBC URL ചോദിക്കും. ഈ URL അവിടെ നമ്മൾ നേരത്തെ കോപ്പി ചെയ്ത ആപ്ലിക്കേഷൻ ഡോട്ട് പ്രോപ്പർട്ടീസിൽ എന്ത് ഡേറ്റാബേസിന്റെ പേരാണോ കൊടുത്തത് അത് കൊടുക്കുക. ഇവിടെ യൂസർ നെയിമും പാസ്വേഡും നമ്മൾ കൊടുത്തിട്ടില്ല. അപ്പോൾ പാസ്വേഡ് ഇവിടെ കൊടുക്കുന്നുണ്ടെങ്കിൽ, ഇവിടെ പാസ്വേഡ് എന്തെങ്കിലും ടൈപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ പാസ്വേഡ് ഇവിടെ കൊടുക്കണം. ദെൻ കണക്ട് ചെയ്യുന്ന സമയത്ത് കണ്ടോ, നമ്മൾ ക്രിയേറ്റ് ചെയ്ത എല്ലാ ഡേറ്റാബേസും, അതായത് ജാവ ക്ലാസ് വഴി ഉണ്ടാക്കിയ അതേ പേരുകളിൽ എന്ത് ചെയ്യും? ഒരു ടേബിൾ ഇവിടെ ക്രിയേറ്റ് ആയിരിക്കുന്നത് കാണാം. ഇപ്പൊ യൂസർ ഡേറ്റ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഒരു SQL query വരും, സെലക്ട് സ്റ്റാർ ഫ്രം യൂസർ ഡേറ്റ. അത് റൺ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ടേബിൾ ക്രിയേറ്റ് ആയത് കാണാൻ പറ്റും. നമ്മൾ കൊടുത്തിരിക്കുന്ന ID, നെയിം, പാസ്വേഡ് വെച്ചിട്ട് ക്രിയേറ്റ് ആയി. ഇനി ബുക്ക് റിസർവേഷൻ എടുത്ത് നോക്കുന്ന സമയത്ത് ദെൻ റൺ ചെയ്യുന്ന സമയത്ത് ബുക്ക് റിസർവേഷൻ ആവശ്യമായിട്ടുള്ള UID, ബുക്ക് ID ആ ഫീൽഡ് എല്ലാം. അതേപോലെ ബുക്ക് എന്ന് പറയുന്ന ടേബിള്
സെലക്ട് ചെയ്യുന്ന സമയത്ത് ബുക്കിൻ്റെ എല്ലാ ഫീൽഡും വന്നിരിക്കുന്നതാണ്. സോ നെക്സ്റ്റ് വീഡിയോയിൽ ഒരു നമ്മുടെ ഫങ്ഷനാലിറ്റി, ആദ്യത്തെ ഫങ്ഷനാലിറ്റി ആയിട്ടുള്ള യൂസറിന് എങ്ങനെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം, ക്രിയേറ്റ് ചെയ്ത അക്കൗണ്ട് വെച്ചിട്ട് എങ്ങനെ ലോഗിൻ ചെയ്യാം എന്നുള്ള ഫസ്റ്റ് ഫീച്ചർ ചെയ്തു.